നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് NCERTയിലെ ജോഗ്രഫി രണ്ടാമത്തെ ചാപ്റ്റർ ഭൂപ്രകൃതി എന്നൊരു പാഠമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഭൂമിക്കും ഒരു ചരിത്രമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഭൂമിയും അതിൽ കാണുന്ന ഭൂരൂപങ്ങളും ദീർഘകാലങ്ങളിലൂടെ പരിണമിച്ചവയാണ്. ഭൂമിക്ക് ഏകദേശം 460 കോടി വർഷം പ്രായമുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ദീർഘമായ കാലത്തിനിടയിൽ മുഖ്യമായും ബാഹ്യജന്യവും അന്തർജന്യവുമായ ബലങ്ങൾ ഭൂമിയിൽ അനേകം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഭൗമോപരിതലത്തിലെയും ഉപരിതലത്തിനടിയിലെയും വിവിധ ഘടകങ്ങൾ രൂപപ്പെടുത്തിയതിൽ ഈ ബലങ്ങൾ സുപ്രധാന പങ്കുവഹിക്കുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ഫലകം ഭൂമധ്യരേഖയ്ക്ക് തെക്കായിരുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ വിസ്തൃതമായ ഇന്ത്യൻ ഫലകത്തിൻ്റെ ഭാഗമായിരുന്നു ഓസ്ട്രേലിയൻ ഫലകം. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ ഫലകം പല ഭാഗങ്ങളായി പൊട്ടിപ്പിളർന്ന് ഓസ്ട്രേലിയൻ ഫലകം തെക്ക് കിഴക്ക് ദിശയിലേക്കും ഇന്ത്യൻ ഫലകം വടക്ക് ദിശയിലേക്കും നീങ്ങി. അപ്പോൾ എന്താണ്? ദശലക്ഷക്കണക്ക് വർഷങ്ങൾക്ക് മുൻപ് ഈ ഫലകം പല ഭാഗങ്ങളായി പൊട്ടിപ്പിളർന്ന് ഓസ്ട്രേലിയൻ ഫലകം തെക്ക് കിഴക്ക് ദിശയിലേക്കും ഇന്ത്യൻ ഫലകം വടക്ക് ദിശയിലേക്കും നീങ്ങി. വടക്ക് ദിശയിലേക്കുള്ള ഇന്ത്യൻ ഫലകത്തിൻ്റെ ഈ സഞ്ചാരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഭൗതിക പരിസ്ഥിതിയിൽ കാര്യമായ പരിണിത ഫലങ്ങൾ ഉണ്ടാക്കുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ന് കാണപ്പെടുന്ന വിവിധ തരത്തിലുള്ള ഭൗമഘടനയും ഭൂരൂപീകരണ പ്രക്രിയയും രൂപപ്പെട്ടത് പ്രധാനമായും അന്തർജന്യവും ബാഹ്യജന്യവുമായ ഭൗമപ്രക്രിയകളിലൂടെയും പാർശ്വഫലക ചലനങ്ങളിലൂടെയും പരസ്പര പ്രവർത്തനത്തിലൂടെയാണ്. ഭൗമഘടനയുടെയും ഭൂരൂപീകരണ പ്രക്രിയയുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 3 ഭൂവിഭാഗങ്ങളായി തിരിക്കാം. ഈ ഭൗമവിഭാഗങ്ങൾ ഭൗതിക ഭൂപ്രകൃതി ഘടന പിന്തുടരുന്നവയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ 3 ഭൗമ ഭൂവിഭാഗങ്ങൾ നോക്കാം. 1. ഉപദ്വീപീയ ഖണ്ഡം. 2. ഹിമാലയവും മറ്റ് ഉപദ്വീപീയ പർവ്വതങ്ങളും. 3. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ആദ്യം ഉപദ്വീപീയ ഖണ്ഡം എന്താണെന്ന് നോക്കാം. ഡൽഹിക്ക് സമീപം ആരവല്ലി പർവ്വതത്തിൻ്റെ വടക്കേ അറ്റത്ത് കച്ച് മുതൽ ആരംഭിക്കുന്ന ഉപദ്വീപീയ ഖണ്ഡത്തിൻ്റെ വടക്കൻ അതിര് യമുന ഗംഗ നദികൾക്ക് ഏകദേശം സമാന്തരമായി രാജ്മഹൽ കുന്നുകൾ വരെയും ഗംഗാ ഡെൽറ്റ വരെയും ക്രമരഹിതമായി കാണപ്പെടുന്നു. കൂടാതെ പടിഞ്ഞാറ് രാജസ്ഥാനും വടക്ക് കിഴക്ക് മേഘാലയ പീഠഭൂമിയും കിർബി അങ്ലോങ് പീഠഭൂമിയും ഈ ഭൂഭാഗത്തിൻ്റെ തുടർച്ചയാണ്. വടക്ക് കിഴക്കൻ ഭാഗത്തെ പശ്ചിമ ബംഗാളിലെ മാൾഡ ഭ്രംശതടം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്നു. രാജസ്ഥാനിൽ മരുഭൂമിയും സമാന ഭൂപ്രദേശങ്ങളും ഈ ഭൂവിഭാഗവുമായി കൂടിച്ചേർന്ന് കാണപ്പെടുന്നു. വളരെ പഴക്കമുള്ള ഗ്രാനൈറ്റും നൈസും ചേർന്നാണ് ഉപദ്വീപ് പ്രധാനമായും രൂപപ്പെട്ടിരിക്കുന്നത്. കാംബ്രിയൻ കാലഘട്ടം മുതൽ ഉപദ്വീപ് ഒരു ദൃഢമായ ശിലാഖണ്ഡമായി ഉയർന്നു നിൽക്കുന്നു. പടിഞ്ഞാറൻ തീരപ്രദേശത്തെ ചില ഭാഗങ്ങൾ കടലിൽ താഴ്ന്നുപോയതും മറ്റു ചില പ്രദേശങ്ങൾ യഥാർത്ഥ അടിത്തറയെ ബാധിക്കാതെ തന്നെ മാറ്റങ്ങൾക്ക് വിധേയമായതുമാണ് ഇതിന് അപവാദമായുള്ളത്. ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകത്തിൻ്റെ ഭാഗമായതിനാൽ ഇവ വിവിധ ലംബതല ചലനങ്ങൾക്കും ശിലാഖണ്ഡ ഭ്രംശത്തിനും വിധേയമായി. സത്പുര ഖണ്ഡപർവ്വതവും മഹാനദി, താപ്തി, നർമ്മദ എന്നീ നദികളുടെ ഭ്രംശതാഴ്വരകളും ഇതിനുദാഹരണങ്ങളാണ്. ഉപദ്വീപിൽ പ്രധാനമായും അരാവലി കുന്നുകൾ, നല്ലമലൈ കുന്നുകൾ, ജാവഡി കുന്നുകൾ, വേളിക്കൊണ്ട കുന്നുകൾ, പാൽക്കൊണ്ട നിര, മഹേന്ദ്രഗിരി കുന്നുകൾ തുടങ്ങിയ അവശിഷ്ട പർവ്വതങ്ങൾ ഉൾപ്പെടുന്നു. ഈ പ്രദേശത്തെ നദീ താഴ്വരകൾ ആഴം കുറഞ്ഞവയും നേരിയ ചരിവോടുകൂടിയവയുമാണ്. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ അധികവും ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേരുന്നതിന് മുൻപായി ഡെൽറ്റകൾ നിർമ്മിക്കുന്നു. ഗോദാവരി, കാവേരി, കൃഷ്ണ, മഹാനദി എന്നീ നദികൾ നിർമ്മിച്ചിട്ടുള്ള ഡെൽറ്റകൾ ഉദാഹരണങ്ങളാണ്. അടുത്തത് ഹിമാലയവും മറ്റ് ഉപദ്വീപീയ പർവ്വതങ്ങളും. ദൃഢവും സ്ഥിരവുമായ ഉപദ്വീപീയ ഖണ്ഡത്തിൽ നിന്നും വിഭിന്നമായി ഹിമാലയ പർവ്വതവും മറ്റ് ഉപദ്വീപീയ പർവ്വതങ്ങളും അവയുടെ ഭൗമഘടനയിൽ താരതമ്യേന പ്രായം കുറഞ്ഞതും കാഠിന്യം കുറഞ്ഞതും മാറ്റങ്ങൾക്ക് വിധേയവുമാണ്. ഇവ ഇപ്പോഴും അന്തർജന്യവും ബാഹ്യജന്യവുമായ ബലങ്ങളുടെ പരസ്പര പ്രവർത്തനങ്ങൾക്ക് വിധേയമാവുകയും ഭ്രംശം, വലനം, സമ്മർദ്ദതലം എന്നിവയുടെ രൂപീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഈ പർവ്വത പ്രദേശങ്ങൾ ടെക്ടോണിക് ജന്യങ്ങളാണ്.
യുവത്വഘട്ടത്തിലുള്ളതും ദ്രുതഗതിയിൽ ഒഴുകുന്നതുമായ നദികൾ ഈ പർവ്വതങ്ങളെ മുറിച്ചുകൊണ്ടൊഴുകുന്നു. ഗിരികന്ധരങ്ങൾ, വിരൂപ താഴ്വരകൾ, ചെറുവെള്ളച്ചാട്ടങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ നിരവധി ഭൂരൂപങ്ങൾ ഈ ഘട്ടത്തിൻ്റെ സൂചകങ്ങളാണ്. അടുത്തത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികൾ രൂപപ്പെടുത്തിയ സമതലങ്ങളാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ ഭൗമവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഒരു അഭിനദി ആണ്. ഏകദേശം 64 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഹിമാലയ പർവ്വത രൂപീകരണത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഇത് പൂർണ്ണ വികാസം പ്രാപിച്ചത്. ആ കാലം മുതൽ തന്നെ ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ സാവധാനം ഇതിൽ നിറയാൻ തുടങ്ങി. ഈ സമതലങ്ങളിലെ അവസാദ നിക്ഷേപങ്ങളുടെ കനം 1000 മുതൽ 2000 മീറ്റർ വരെയാണ്. ഇന്ത്യയിൽ വിവിധ പ്രദേശങ്ങളിൽ അവയുടെ ഭൗമഘടനയിൽ പ്രകടമായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു എന്ന് മുകളിൽ സൂചിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ വ്യത്യാസങ്ങൾ ഇവയുടെ അനുബന്ധ മേഖലകളിൽ ദൂരവ്യാപകമായ ഫലങ്ങൾ സൃഷ്ടിക്കുന്നു. ഭൂപ്രകൃതിയിലുള്ള വ്യത്യാസങ്ങളാണ് ഇതിൽ പ്രധാനം. ഇന്ത്യയുടെ ഭൂപ്രകൃതിയെയും അതിൻ്റെ ഉയർച്ച താഴ്ചകളെയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സജീവമായ ഭൗതിക ഭൂരൂപീകരണ പ്രക്രിയകൾ സ്വാധീനിക്കുന്നു. അടുത്തത് ഭൂപ്രകൃതി. ഒരു പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി എന്നത് ഘടന, ഭൗമപ്രക്രിയകൾ, പരിണാമ ഘട്ടങ്ങൾ എന്നിവയുടെ അന്തിമ ഫലമാണ്. ഭൗതിക ഘടകങ്ങളിലുള്ള വൈവിധ്യമാണ് ഇന്ത്യൻ ഭൂപ്രദേശത്തിൻ്റെ സവിശേഷത. ഇന്ത്യയുടെ വടക്ക് വിവിധ കൊടുമുടികളും മനോഹരമായ താഴ്വരകളും ആഴമേറിയ ഗിരികന്ധരങ്ങളും അടങ്ങുന്ന നിരയായ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന നിമ്നോന്നത ഭൂപ്രകൃതിയും തെക്ക് വൻതോതിൽ മുറിക്കപ്പെട്ട പീഠഭൂമികൾ, അപരദനത്തിന് വിധേയമായ ശിലകൾ, ചെങ്കുത്തായ ചെരിവിടങ്ങളുടെ നിര എന്നിവ ഉൾപ്പെട്ട പീഠഭൂമികളുമാണ്. ഇവ രണ്ടിനും മധ്യേ വിശാലമായ ഉത്തരേന്ത്യൻ സമതലവും സ്ഥിതി ചെയ്യുന്നു. ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ താഴെപ്പറയുന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളായി തിരിക്കാം. 1. വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ, വടക്കൻ സമതലങ്ങൾ, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ. അടുത്ത് നോക്കാം വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ. ഹിമാലയ പർവ്വതവും വടക്ക് കിഴക്കൻ കുന്നുകളുമാണ് വടക്ക് കിഴക്കൻ പർവ്വതങ്ങളിൽ ഉൾപ്പെടുന്നത്. സമാന്തരമായ പർവ്വതങ്ങളുടെ നിരയാണ് ഹിമാലയത്തിനുള്ളത്. ഗ്രേറ്റ് ഹിമാലയവും ട്രാൻസ് ഹിമാലയം നിരയും ഉൾപ്പെടുന്ന ഗ്രേറ്റർ ഹിമാലയ പർവ്വതനിര, മധ്യ ഹിമാലയം, സിവാലിക് എന്നിവയാണ് പ്രധാന പർവ്വതനിരകൾ. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വടക്ക് പടിഞ്ഞാറ് നിന്നും തെക്ക് കിഴക്ക് ദിശയിലേക്കാണ് ഈ പർവ്വതനിരകളുടെ പൊതുവായ ക്രമീകരണം. ഡാർജിലിംഗ്, സിക്കിം പ്രദേശങ്ങൾ ഹിമാലയം കിഴക്ക് പടിഞ്ഞാറ് ദിശയിലായാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ അരുണാചൽ പ്രദേശിൽ അവ തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറായാണ് കാണപ്പെടുന്നത്. നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം എന്നിവിടങ്ങളിൽ അവ വടക്ക് തെക്കായി കാണപ്പെടുന്നു. മധ്യനിര എന്നും അറിയപ്പെടുന്ന ഗ്രേറ്റ് ഹിമാലയ പർവ്വതനിരയ്ക്ക് കിഴക്കുനിന്നും പടിഞ്ഞാറോട്ട് ഏകദേശം 25,000 കിലോമീറ്റർ നീളം, വടക്കു നിന്ന് തെക്കോട്ട് 160 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. ഗ്രേറ്റ് ഹിമാലയ പർവ്വതനിരയുടെ നീളവും വീതിയുമാണ് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഏകദേശം 2500 കിലോമീറ്റർ നീളവും വടക്കു നിന്നും തെക്കോട്ട് 160 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യ കിഴക്കനേഷ്യൻ രാജ്യങ്ങൾക്കുമിടയിൽ ഹിമാലയം ശക്തമായ നീണ്ട മതിൽ പോലെ നിലകൊള്ളുന്നു. ഹിമാലയം ഒരു ഭൗതിക അതിർത്തി മാത്രമല്ല, കാലാവസ്ഥാപരവും നീരൊഴുക്കുപരവും സാംസ്കാരികവുമായ ഒരു അതിർത്തി കൂടിയാണ്. ഹിമാലയത്തിൽ തന്നെ വലിയ തോതിൽ പ്രാദേശിക വ്യത്യാസങ്ങളുണ്ട്. ഭൂപ്രകൃതി, പർവ്വതനിരകളുടെ ക്രമീകരണം, ഭൂരൂപങ്ങൾ എന്നിവയുള്ള വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ താഴെ പറയുന്ന ഉപവിഭാഗങ്ങളായി തിരിക്കാം. 1. കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം. 2. ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം. 3. ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. 4. അരുണാചൽ ഹിമാലയം. 5. കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. ആദ്യത്തെ നോക്കാം. കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം. കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർ പാഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഇതിലുൾപ്പെടുന്നു. കാശ്മീർ ഹിമാലയത്തിലെ വടക്ക് കിഴക്കൻ ഭാഗം ഒരു ശീത മരുഭൂമിയാണ്. അത് ഗ്രേറ്റർ ഹിമാലയത്തിനും കാരക്കോറം പർവ്വതനിരയ്ക്കുമിടയിലായാണ്.
ലോകപ്രശസ്തമായ കാശ്മീർ താഴ്വരയും ദാൽ തടാകവും ഗ്രേറ്റ് ഹിമാലയത്തിനും പിർപാഞ്ചൽ പർവ്വതനിരയ്ക്കുമിടയിലായി സ്ഥിതി ചെയ്യുന്നു. ദക്ഷിണേഷ്യയിലെ പ്രധാനപ്പെട്ട ഹിമാനികളായ സിയാച്ചിനും ബോൽതാരോയും ഈ പ്രദേശത്ത് കാണപ്പെടുന്നു. കുങ്കുമപ്പൂവ് കൃഷിക്ക് അനുയോജ്യമായ കരയോവ മണ്ണിനത്തിനും കാശ്മീർ ഹിമാലയം പ്രസിദ്ധമാണ്. ഗ്രേറ്റ് ഹിമാലയത്തിലെ സോജില, പീർപഞ്ചലിലെ ബനിഹാൾ, സസ്കർ പർവ്വതനിരയിലെ ഫോർട്ടുല, ലഡാക്ക് മലനിരയിലെ ഖാർതുംഗ്ല എന്നിവയാണ് ഈ പ്രദേശത്തിലെ പ്രധാന ചുരങ്ങൾ. ദാൽ, വൂളാർ എന്നീ ശുദ്ധജല തടാകങ്ങളും പാങ്കോങ്, സോ മെരീരി എന്നീ ലവണജല തടാകങ്ങളും ഈ മേഖലയിൽ കാണപ്പെടുന്നു. സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളായ ചിനാബ്, ഝലം എന്നിവയുമാണ് കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന നദികൾ. കാശ്മീരും വടക്കുകിഴക്കൻ ഹിമാലയവും ദൃശ്യമനോഹരിതയാലും പ്രകൃതിസുന്ദരമായ ഭൂപ്രകൃതിയാലും അറിയപ്പെടുന്ന പ്രദേശമാണ്. സാഹസിക വിനോദസഞ്ചാരികൾക്ക് ഹിമാലയൻ ഭൂപ്രകൃതി ഒരു ആകർഷണ കേന്ദ്രമാണ്. പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായ വൈഷ്ണോദേവി, അമർനാഥ് ഗുഹ, ചരാറി ഷെരീഫ് എന്നിവ ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ധാരാളം തീർത്ഥാടകർ ഓരോ വർഷവും ഈ കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നു. ജമ്മു കാശ്മീർ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരിയായ ശ്രീനഗർ ഝലം നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന ഝലം നദി യുവത്വഘട്ടത്തിലാണെങ്കിൽ പോലും വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നു. ഇത് ശ്രദ്ധേയമായൊരു വസ്തുതയാണ്. അടുത്ത ബോക്സിൽ നോക്കാം. ഒരു ശ്രദ്ധേയമായ വസ്തുത. വളരെ കാലങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്ന ഒരു വിശാലമായ തടാകത്തിൻ്റെ ഭാഗമായ ഇന്നത്തെ ദാൽ തടാകം പ്രാദേശിക അടിസ്ഥാന നിരപ്പ് ആയി പ്രവർത്തിക്കുന്നത് കാരണമാണ് കാശ്മീർ താഴ്വരയിൽ ഝലം നദിയിൽ വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നത്. ഇനി കരേവ എന്താണെന്ന് നോക്കാം. ഹിമാനി നിക്ഷേപണ ഭൂരൂപമായ മൊറൈനുകളോടൊപ്പമുള്ള ഹിമാനി കളിമണ്ണും മറ്റു വസ്തുക്കളും ചേർന്ന് രൂപപ്പെടുന്ന കനമേറിയ നിക്ഷേപമാണ് കരേവ. നീരൊഴുക്ക് ഭൂരൂപങ്ങളുടെ പരിണാമത്തിൽ പക്വതയാർന്ന ഘട്ടത്തിൽ രൂപം കൊള്ളുന്ന സവിശേഷ ഭൂരൂപമാണ് വക്രവലയം. ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും തെക്കുഭാഗത്ത് ഡൂണുകൾ എന്നറിയപ്പെടുന്ന ദൈർഘ്യമേറിയ താഴ്വരകൾ കാണപ്പെടുന്നു. ജമ്മു ഡൂൺ, പത്താൻകോട്ട് ഡൂൺ എന്നിവ ഉദാഹരണങ്ങളാണ്. അടുത്തത് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം. പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി അല്ലെങ്കിൽ ഘാഗ്ര നദിയുടെ നദിക്കും ഇടയിലാണ് ഹിമാലയത്തിൻ്റെ ഈ ഉപവിഭാഗം കാണപ്പെടുന്നത്. സിന്ധു, ഗംഗ എന്നീ രണ്ട് നദീവ്യൂഹങ്ങളാണ് ഈ പ്രദേശത്തെ പ്രധാന നീരൊഴുക്കുകൾ. സിന്ധു നദിയുടെ പോഷക നദികളായ രവി, ബിയാസ്, സത്ലജ് എന്നിവയും ഗംഗയുടെ പോഷക നദികളായ യമുന, ഘാഗ്ര എന്നിവയുമാണ് പ്രധാന നദികൾ. ലാഹുൽ സ്പിതി ജില്ലയിലെ സ്പിറ്റി റവന്യൂ സബ് ഡിവിഷനിൽ ഉൾപ്പെടുന്ന ഹിമാലയത്തിൻ്റെ ഏറ്റവും വടക്ക് ഭാഗം ലഡാക്ക് മരുഭൂമിയുടെ തുടർച്ചയാണ്. വടക്കുനിന്നും തെക്കോട്ട് ഗ്രേറ്റ് ഹിമാലയൻ നിര, ലെസ്സർ ഹിമാലയം അല്ലെങ്കിൽ പ്രാദേശികമായി ഹിമാചൽ പ്രദേശിൽ ധൗളാധർ എന്നും ഉത്തരാഖണ്ഡിൽ നാഗതിപാം എന്നും അറിയപ്പെടുന്നു. ശിവാലിക് നിര എന്നിങ്ങനെയുള്ള ഹിമാലയത്തിൻ്റെ 3 പ്രധാന പർവ്വതനിരകൾ ഈ വിഭാഗത്തിലും വ്യക്തമായി കാണപ്പെടുന്നു. ലെസ്സർ ഹിമാലയത്തിലെ 1000 മീറ്ററിനും 2000 മീറ്ററിനും ഇടയിൽ ഉയരമുള്ള ഈ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് കോളനി ഭരണകാലത്ത് വളരെ ആകർഷിക്കുകയും തുടർന്ന് ഈ പ്രദേശങ്ങളിൽ പ്രധാന സുഖവാസ കേന്ദ്രങ്ങളായ ധർമ്മശാല, മുസ്സോറി, ഷിംല, കൗസാനി എന്നിവയും കൻ്റോൺമെൻറ്റ് പട്ടങ്ങളും ഹെൽത്ത് റിസോർട്ടുകളായ സിംല, മുസ്സോറി, കസോളി, അൽമോറ, ലാൻസ്ഡോൺ, റാണിക്കെറ്റ് എന്നിവയും അവർ വികസിപ്പിച്ചു. ഈ പ്രദേശത്തിൻ്റെ 2 ഭൂപ്രകൃതി സവിശേഷതകളാണ് സിവാലിക്കും ഡൂണുകളും. ഈ പ്രദേശത്തെ പ്രധാന ഡൂണുകളാണ് ചണ്ഡീഗഡ് കൽക്ക ഡൂണ്, നാലാഗഡ് ഡൂണ്, ഡെറാഡൂണ്, ഹരിക്കെ ഡൂണ്, കോട്ട ഡൂൺ തുടങ്ങിയവ. ഇവയിൽ ഏറ്റവും വലിയ ഡൂണായ ഡെറാഡൂണിന് ഏകദേശം 35 മുതൽ 45 കിലോമീറ്റർ നീളവും 22 മുതൽ 25 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. ഗ്രേറ്റ് ഹിമാലയത്തിൻ്റെ താഴ്വരങ്ങളിൽ മിക്കവാറും ഭോട്ടിയ ഗോത്രവർഗ്ഗക്കാരാണ് അധിവസിക്കുന്നത്. ഇവർ വേനൽ മാസങ്ങളിൽ ബുഗ്യാലുകളിലേക്കും, അതായത് ഉയർന്ന പർവ്വതച്ചെരിവുകളിലെ വേനൽക്കാല പുൽമേടുകൾ, ശൈത്യകാലങ്ങളിൽ തിരികെ താഴ്വരയിലേക്കും ദേശാടനം നടത്തുന്നു. പ്രസിദ്ധമായ പൂക്കളുടെ താഴ്വര ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദരീനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളും ഈ ഹിമാലയ ഭാഗങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശം
പ്രസിദ്ധമായ പഞ്ചപ്രയാഗങ്ങളുടെ പേരിലും അറിയപ്പെടുന്നു, അതായത് നദികളുടെ സംഗമസ്ഥാനം. ഇനി ബോക്സിൽ ശിവാലിക് എന്താണെന്ന് നോക്കാം. ഡെറാഡൂണിനടുത്ത് സിഹാവല എന്ന സ്ഥലത്തും പരിസര പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഭൗമസ്തരങ്ങളിൽ നിന്നുമാണ് സിവാലിക് എന്ന പദം രൂപപ്പെട്ടത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ രാജകീയ സർവേയുടെ ആസ്ഥാനമായിരുന്ന ഡെറാഡൂൺ പിൽക്കാലത്ത് സ്വതന്ത്ര ഇന്ത്യയുടെ സർവേ വിഭാഗമായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനമായി മാറി. ഇനി അടുത്തത് ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. പടിഞ്ഞാറ് നേപ്പാൾ ഹിമാലയവും കിഴക്ക് ഭൂട്ടാൻ ഹിമാലയവും അതിരിടുന്ന ഡാർജിലിംഗ് സിക്കിം ഹിമാലയം താരതമ്യേന വിസ്തൃതി കുറഞ്ഞതെങ്കിലും ഹിമാലയത്തിൻ്റെ പ്രധാനമായ ഒരു ഭാഗമാണ്. ദ്രുതഗതിയിലൊഴുകുന്ന നദികളിൽ അറിയപ്പെടുന്ന ഈ പ്രദേശത്തിൽ കാഞ്ചൻജംഗ അല്ലെങ്കിൽ കാഞ്ചനഗിരി പോലുള്ള ഉയരമേറിയ കൊടുമുടികളും ആഴമേറിയ താഴ്വരകളുമുണ്ട്. ഈ പ്രദേശത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ ലെപ്ച ഗോത്രവർഗക്കാരാണ് കൂടുതലായും അധിവസിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ തെക്ക് ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും ഡാർജിലിംഗ് ഹിമാലയത്തിൽ നേപ്പാളികൾ, ബംഗാളികൾ, മധ്യേന്ത്യയിൽ നിന്നുള്ള ഗോത്രവർഗക്കാർ തുടങ്ങിയവരുടെ സമ്മിശ്ര ജനസംഖ്യയാണുള്ളത്. ഭൗതിക പ്രത്യേകതകളായ മിതമായ ചെരിവ്, ഉയർന്ന ജൈവാംശമുള്ള മണ്ണിൻ്റെ ആവരണം, മൃദുവായ ശീതകാലം, വർഷം മുഴുവൻ കൃത്യമായ ജലലഭ്യത തുടങ്ങിയ അനുകൂല സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ബ്രിട്ടീഷുകാർ ഇവിടെ തേയിലത്തോട്ടങ്ങൾ സ്ഥാപിച്ചു. ഹിമാലയത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവയുടെയും അരുണാചൽ ഹിമാലയത്തിൻ്റെയും ശ്രദ്ധേയമായ പ്രത്യേകതയാണ് ശിവാലിക് സ്തരത്തിൻ്റെ അഭാവം. സിവാലിക്കിന് പകരം ഇവിടെ ദ്വാർ സ്തരങ്ങളാണ് പ്രധാനം. ഇവയും തേയിലത്തോട്ടങ്ങൾ സ്ഥാപിക്കാനായി പ്രയോജനപ്പെടുത്തി. ഡാർജിലിംഗ് സിക്കിം ഹിമാലയങ്ങൾ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും സമ്പുഷ്ടമായ സസ്യജാലങ്ങൾക്കും പ്രത്യേകിച്ച് വിവിധതരം ഓർക്കിഡുകൾക്കും പ്രസിദ്ധമാണ്. ഇത്രയാണ് ഈ ചാപ്റ്ററിൻ്റെ ഒന്നാം ഭാഗം. ഇത്തിരി വലിയ ചാപ്റ്ററാണ്, അതുകൊണ്ട് തന്നെ അടുത്ത ഭാഗങ്ങൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.